മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയി പാതകനിലും ഉണ്ടാകട്ടെ. ഇക്കുർബാനയടച്ചുള്ളോരിപ്പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സൗമൻ കാലോസ് കുരിയേലായിസോ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവെന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ 28 എപ്പിസോഡുകളായി വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള പഠനം ബലിവേദി എന്നുള്ള പേരിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. 29ാമത്തെ ഈ എപ്പിസോഡ് കൂടി താൽക്കാലികമായി ഈ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള പഠനം പൂർത്തീകരിക്കുകയാണ്. ഈ 29 എപ്പിസോഡുകളായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ സമ്പൂർണ്ണമാണ് എന്ന് ഇതിനർത്ഥമില്ല. വിശുദ്ധ കുർബാനയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ ഒരു അനന്തസാഗരം പോലെ പരന്നു കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പഠിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകണം. ഇതുവരെ നമ്മൾ പഠിച്ചത് കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത് കാണിക്കുന്ന പടിഞ്ഞാറേക്കുള്ള തിരുശരീര രക്തങ്ങളുടെ എഴുന്നള്ളിപ്പ് വരെയും അതിനുശേഷമുള്ള ഉത്തമ പ്രാർത്ഥനയും സമാപന പ്രാർത്ഥനയും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഇടത് കൈ ത്രോണോസിൽ വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് വിശ്വാസികളുടെ സമൂഹത്തെ മുഴുവൻ അവസാനമായി ആശീർവദിച്ച് വിടും. പരിശുദ്ധ ത്രോണോസിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണങ്ങളോടുകൂടെ അനുഗ്രഹം പ്രാപിച്ച് പൂർത്തീകരിക്കുവാൻ പരിശുദ്ധ മാമോദീസായാൽ മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഈ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുവാനും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടുകൂടി വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന എല്ലാവരും കടങ്ങൾ പരിഹരിക്കപ്പെട്ട് പാപങ്ങൾ മോചിക്കപ്പെട്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പട്ടക്കാരൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കും, വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തൃത്വനാമത്തിലുള്ള ഒരു ബെനഡിക്ഷനാണ് ഇത്. തൃത്വ ആരാധന നടത്തി തൃത്വ ആരാധന പൂർത്തീകരിച്ച് തൃത്വനാമത്തിൽ അവസാന ആശീർവാദം നൽകി വിടുകയാണ്. എന്നിട്ട് പ്രധാന കാർമ്മികൻ വിശ്വാസികളായ സകല ജനത്തോടും ബലഹീനും ഭാവിയുമായ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളണമേ എന്നാവശ്യപ്പെടുകയാണ്. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ, ഈ ആഹ്വാനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കൈക്കൊള്ളണം. പട്ടക്കാർക്ക് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കണം. തങ്ങളുടെ കുടുംബങ്ങളിൽ അവരവരുടെ ഇടവകയിലുള്ള വൈദികർക്ക് വേണ്ടിയും അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും വിശ്വാസികളായ ജനം മുഴുവൻ പ്രാർത്ഥിക്കണം. മോശയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ക്രമമായും ഉചിതമായും ഭംഗിയായും ആത്മനിറവിൽ നടത്തപ്പെടേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പായും വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലും സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ഈ വിശുദ്ധ കുർബാന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പട്ടക്കാരൻ വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിക്കുന്നത് തന്നെ. പൂർത്തീകരിച്ച് കഴിയുമ്പോഴും ഞാനോ ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും ലഭിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച്
ആനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ, എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ഈ ആഹ്വാനം ശ്രദ്ധയോടെ കൈക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് സഭയിൽ അനുഭവപ്പെടും. പലപ്പോഴും വൈദികർ വീണു പോകുമ്പോൾ അത് വൈദികരുടെ ബലഹീനതയായിട്ട് മാത്രം നമ്മളതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വിശ്വാസികളായ ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ അഭാവം അതിനൊരു പ്രധാന ഘടകമാണ് എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകരുത്. കാരണം വൈദികർ എന്ന് പറയുന്നത് വിശ്വാസികളായ ജനങ്ങളുടെ സകല പാപഭാരങ്ങളും പേറി പരിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ ആ പാപങ്ങളെ പരിഹരിച്ചാൽ ആ പാപത്തിൻ്റെ ബാഹുല്യം ആ വൈദികനിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. അതിനെ തടുക്കുവാനും അതിനെ എതിർത്ത് നിൽക്കുവാനുമുള്ള ശക്തി ഒരു വൈദികന് ലഭിക്കുവാൻ വൈദികൻ്റെ വ്യക്തിപരമായ കർത്താവിനോടുള്ള സ്നേഹവും ബന്ധവും അടുപ്പവും അതോടൊപ്പം തന്നെ അവൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരുടെ പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ അടുത്ത് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് അവൻ്റെ ഭൂതത്തെ പുറത്തിറക്കുവാൻ സാധിച്ചില്ല. കാരണം അവർക്ക് ആ ശക്തി ലഭിച്ചില്ല. നമ്മൾ മുമ്പേ പഠിച്ച കാര്യമാണ്, വിശുദ്ധ കുർബാന ചൊല്ലുവാനുള്ള അധികാരം മാത്രം പോരാ, അതിനുള്ള ശക്തിയും വേണം. ആ ശക്തി ലഭിക്കേണ്ടത് വൈദികൻ്റെ വിശുദ്ധ ജീവിതവും വൈദികർക്ക് വേണ്ടിയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയുമാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത്. തോണോസിന്മേൽ ഇടത് കൈ വെച്ചുകൊണ്ട് പരിശുദ്ധ തിരുശരീരക്തങ്ങളിൽ കൂടി ആവസിപ്പിച്ചെടുക്കുന്ന വലതുകരം ജനങ്ങളിന്മേൽ ആവസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകണം എന്ന് പറഞ്ഞാൽ, ദുഃഖങ്ങളോ പ്രയാസങ്ങളോ നെടുവീർപ്പുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ആ ഹൃദയത്തിൽ നിന്നെടുത്ത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് സൗഖ്യമായി പോകണം എന്നാണ് അർത്ഥം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് ക്യൂറിംഗ് ആണ്. ഉള്ളിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ആത്മാവിൽ സമ്പൂർണ്ണ സൗഖ്യമുള്ളവരായി മടങ്ങിപ്പോകണം എന്ന് പുരോഹിതൻ തൻ്റെ ഫൈനൽ ബെനഡിക്ഷനിലൂടെ വിശ്വാസി സമൂഹത്തിനോട് പറയുമ്പോൾ, പഴയ കാലത്ത്, അതായത് ആദിമസഭയിൽ വിശുദ്ധ കുർബാനാനന്തരം ജനങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു പതിവ്. അതായത് കൈമുത്ത് എന്നൊരു പരിപാടി പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൈമുത്തിനായിട്ടൊരു പ്രത്യേക ഗീതം നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിൽ ഇല്ലാത്തത്. പുതിയ ക്രമങ്ങളിലൊക്കെ കൈമുത്തിനുള്ള ഗീതം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പഴയ കുർബാനക്രമത്തിൽ നോക്കിയാൽ കൈമുത്തിനുള്ള ഗീതം എന്നൊരു ഗീതം ഇല്ല. അതിൻ്റെ കാര്യം, പഴയ കാലത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ജനങ്ങൾ സമാധാനമായി സന്തോഷത്തോടുകൂടി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. എന്നാൽ പിന്നീട് നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അതുമാത്രമല്ല വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന ചൊല്ലിയ പട്ടക്കാരൻ്റെ കയ്യിൽ മുത്തി ത്രോണോസിൻ്റെ അടുത്ത് വരെ വന്ന് അതിൻ്റെ അടുത്ത് വണങ്ങി പോകുന്നത് എല്ലാവർക്കും മനസ്സിനൊരു കുളിർമയും ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. കൈമുത്തിനെപ്പറ്റി പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലിയ പട്ടക്കാരൻ്റെ കൈയാണ് മുത്തേണ്ടത്. പഴയ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കൈമുത്ത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ പട്ടക്കാരൻ്റെ കൈയായിരുന്നു മുത്തിയിരുന്നത്. അതിന് കാരണം, തിരുശരീര രക്തങ്ങളിന്മേൽ തൊട്ട കൈയിൽ ഞങ്ങൾ മുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. പക്ഷേ പിന്നീട് കുരിശു പിടിച്ച് മുത്തുന്ന രീതിയായി. ഇപ്പോൾ കുരിശുമുത്തെന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരത്തെ തൊട്ട കൈയിൽ മുത്തുന്നു. അതിന് ഒരു പ്രത്യേക പാരമ്പര്യവുമുണ്ട്. അതായത് തോമാസ് ലീഹ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ വിലാവിൽ കൈതൊട്ടപ്പോൾ
അദ്ദേഹത്തിൻ്റെ കൈക്കുണ്ടായിരുന്ന ഒരു വൈകല്യത മാറി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ദീദിമോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദീദിമോസ് എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് അർത്ഥം. രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തോമസിന് ഒരു ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ തോമസ് ശ്ലീഹായുടെ കൈയുടെ 2 വിരലുകൾ ചേർന്നിരുന്നു എന്നും പറയുന്നുണ്ട്. കർത്താവിൻ്റെ വിലാവിൽ തൊട്ടപ്പോൾ ഈ വിരലുകൾ സൗഖ്യമായി, അത് വിടർന്ന് സാധാരണ കൈയുടെ പരിവേഷം പ്രാപിച്ചു, സൗഖ്യമായി എന്ന് ശിഷ്യന്മാർ കണ്ടിട്ട് എല്ലാവരും ഓടി വന്ന് തോമാസ് ശ്ലീഹായുടെ കൈ മുത്തി എന്നൊരു സഭാ പാരമ്പര്യമുണ്ട്. എന്തു തന്നെയായാലും വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ തിരുശരീര രക്തങ്ങളിൽ സ്പർശിച്ച കൈയിൽ മുത്തി അനുഗ്രഹം വാങ്ങിക്കുന്നു എന്നുള്ളതാണ് കൈമുത്തിൻ്റെ സാരാംശം. എന്നാൽ കൈമുത്തിനായിട്ട് പ്രത്യേക ഗീതം നമുക്കില്ലാത്തതുകൊണ്ട് പൊതുവെ ഏത് ഗീതവും പാടുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലയളവിലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കൺവെൻഷൻ ഗീതങ്ങൾ നമ്മുടെ പൗരസ്ത്യ ദർശനത്തിന് അനുകൂലമല്ലാത്തതും യോജിക്കാത്തതുമായ ഗീതങ്ങളും മറ്റും പാടുന്നത് പല ദേവാലയങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്ത് ഗീതം പാടുവാൻ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലും ഒരു പൗരസ്ത്യ ആരാധന കഴിയുമ്പോൾ ആ ആരാധനയ്ക്ക് യോജ്യമായ ഗീതങ്ങൾ മാത്രം പാടുന്നതാണ് നല്ലത്. അതായത് ലിറ്റർജിയിലുള്ള ഗീതങ്ങൾ മാത്രം എടുക്കുക. നമ്മുടെ ആരാധന നിറയെ ആരാധനാ ഗീതങ്ങളാണ്. പിന്നെ എന്തിനാണ് നമ്മൾ പുറത്തുപോയി വേറെ ഗീതങ്ങൾ എടുക്കുന്നത്? ഏറ്റവും പരിതാപകരമായ കാര്യം എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം 3-ാം മണിക്ക് ശേഷമോ 6-ാം മണിക്ക് ശേഷമോ ഒരു പ്രസംഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിശ്രമവേള 5-10 മിനിറ്റ് അനുവദിക്കുമെങ്കിൽ ആ സമയത്ത് വളരെ ആവേശത്തോടുകൂടി സാധാരണ കൺവെൻഷൻ ഗീതങ്ങളോ അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇതര ഗീതങ്ങളോ പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതുവരെ നടത്തിയ സിയോനെ മിശിഹായെ ക്രൂശിച്ചോളെ, അല്ലെ കുംപൗലോസ്, അല്ലെങ്കിൽ പെത്ഗോമോ, ഇതുപോലുള്ള മനോഹരമായ ഗീതങ്ങൾ പാടി വന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ ആ ഒരു ആത്മനിലവാരത്തെ തീർത്തും ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഗീതങ്ങൾ പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. വിശ്രമവേളയാണെങ്കിൽ 10 മിനിറ്റ് ശാന്തമായിരിക്കുക. വേറെ ഗീതങ്ങൾ പാടി പലതും വിശ്വാസത്തിനെതിരുമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെയും കൈമുത്തിൻ്റെ സമയത്ത് ആരാധനാ ഗീതങ്ങളിൽ നിന്നല്ലാതെ മറ്റൊരു ഗീതം എടുത്ത് പാടുവാൻ ശ്രമിക്കാതെ ഇരിക്കുക. പല പള്ളികളിലും ആരാധന പൂർത്തീകരിക്കുന്നത് കൈമുത്തോടു കൂടിയാണ്. എന്നാൽ കൈമുത്തിന് മുമ്പ് ആരാധനയുടെ മറ്റൊരു അധ്യായം കൂടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ കൈമുത്തിന് മുമ്പ് പോസ്റ്റ് കമ്മ്യൂണിയൻ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനന്തര ശുശ്രൂഷകൾ എന്ന് പറഞ്ഞൊരു അധ്യായം കൂടിയുണ്ട്. ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ വിശ്വാസികളെല്ലാം പങ്കെടുക്കേണ്ടതാണ്. ആ വിശുദ്ധ കുർബാനാനന്തര ശുശ്രൂഷകളും കൂടി പൂർത്തീകരിച്ച ശേഷമാണ് കൈമുത്തേണ്ടത്. പല ഭദ്രാസനങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിന് ഔട്ട്സൈഡുള്ള പല ഭദ്രാസനങ്ങളിലും, മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും ഇപ്പോൾ ഈ പോസ്റ്റ് കമ്മ്യൂണിയൻ ശുശ്രൂഷ നടത്തുന്നുണ്ട്. അത് നടത്തി തന്നെയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. അല്പസമയം കൂടെ ലാഭിക്കുവാനാണ് നമ്മൾ അത് വിശ്വാസികളെ കൂടാതെ അനുഷ്ഠിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും ഇത് നടത്തുന്നുണ്ട്. പക്ഷേ വിശ്വാസികളെ പറഞ്ഞു വിട്ടിട്ട് പട്ടക്കാരും ശുശ്രൂഷകരും മാത്രമായി വളരെ വേഗം തിടുക്കത്തിൽ നടത്തിപ്പോകുന്ന ഒരു ശുശ്രൂഷയായി ഈ ശുശ്രൂഷാ ഭാഗത്തെ അധപ്പതിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളും ചേർന്ന് അതിമനോഹരമായി പാടി പൂർത്തീകരിച്ച് സന്തോഷത്താൽ ഒരു പരിശുദ്ധാത്മ വ്യാപാരത്തെ അനുഭവിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ആരാധനാ ഗീതങ്ങളും പ്രാർത്ഥനകളും മാത്രമാണ് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് അവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബലഹീനൻ്റെ അപേക്ഷ എല്ലാ ദേവാലയങ്ങളിലും ഈ
പോസ്റ്റ് കമ്മ്യൂണിയൻ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുവാൻ പട്ടക്കാർ ശ്രദ്ധിക്കണം. ഏറ്റെടുത്ത് നടത്തുവാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നടത്തുന്നില്ല എന്നല്ല, വിശ്വാസികളോടൊപ്പം ചേർന്ന് നടക്കുവാൻ. നമ്മൾ ആരാധനയൊക്കെ കഴിഞ്ഞ് എത്രയോ സമയം വെറുതെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാഴാക്കുന്നു. വെറും 10-15 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ആരാധനയും കൂടി പൂർത്തീകരിച്ചതിന് ശേഷം കൈമുത്തിയിട്ടാണ് എല്ലാവരും ഭവനത്തിലേക്ക് യഥാർത്ഥത്തിൽ മടങ്ങേണ്ടത്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള ശുശ്രൂഷകളെപ്പറ്റി മാത്രം നമ്മൾ അല്പനേരം പഠിച്ചിട്ട് ഈ ബലിവേദിയുടെ ശുശ്രൂഷ താൽക്കാലികമായി പൂർത്തീകരിക്കുകയാണ്. അവിടെ പാടുന്ന പാട്ടുകളെല്ലാം വളരെ ഹൃദയഭേദകമാണ്. അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാലൻ കഷ്ടത മാറ്റി നോവഴിക്കണമേ. ഗോകുൽത്തായിൽ തൻ മാറു തുറന്നോരുത്തവനെ, ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരേതാലും. ഇത് വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം എല്ലാ വിശ്വാസികളും ചേർന്ന് പാടുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം, പട്ടക്കാരനാണ് ആദ്യം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത്. പട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ചീഫ് സെലിബ്രൻ, ചൊല്ലുന്ന ആളായിരിക്കണം ഏറ്റവും ആദ്യം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത്. അതിപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവ ഒരു വശത്ത് കുർബാനയിൽ സംബന്ധിച്ചാലും വിശുദ്ധ കുർബാന ആദ്യം അനുഭവിക്കേണ്ടത് ചൊല്ലുന്ന പട്ടക്കാരനായിരിക്കണം. അതിന് ശേഷമേ പരിശുദ്ധ ബാവ നിന്നാലും പരിശുദ്ധ ബാവ തിരുമേനിയും അത് അനുഭവിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ പ്രമാണം. മാത്രമല്ല, വിശ്വാസികളെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കണം. ആരും മാറി നിൽക്കരുത്. നമ്മൾ മാറി നിൽക്കുന്നത് നമ്മൾ ഒരുങ്ങി വന്നിട്ടില്ല എന്നൊരു തോന്നൽ നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. ഒരുങ്ങി തന്നെ വരണം. ഒരുങ്ങി വരിക എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച മാത്രമുള്ള ഒരു ഒരുക്കമല്ല. ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്ത വിശുദ്ധ കുർബാന വരെയുള്ള ഒരുക്കങ്ങളാണ് നമ്മളുടെ യാമപ്രാർത്ഥനകളും വിശുദ്ധ ജീവിതവും. അല്ലാതെ ശനിയാഴ്ച സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയും ജാഗരണവും മാത്രമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ബാക്കിയുള്ള ആഴ്ചകളിലെ എല്ലാ ദിവസങ്ങളും അടുത്ത വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിനായിട്ടുള്ള യാമപ്രാർത്ഥനകളും അതുപോലെ തന്നെ വചന ധ്യാനങ്ങളും നമ്മൾ നടത്തിയിരിക്കണം. അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ പടവുകൾ കയറുവാൻ ഓരോ ആരാധനയും ഉതകണം. വിശുദ്ധ കുർബാന ചൊല്ലുന്നതും നടത്തുന്നതും അനുഭവിക്കുന്നതുമെല്ലാം നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാനാണ്, അല്ലാതെ വെറുതെ ആരാധനയിൽ പോയി സംബന്ധിക്കുവാനല്ല. ബാക്കി ശേഷം വരുന്ന പാട്ടുകൾ ഇപ്രകാരമാണ്. ആ പാട്ടുകൾ നമുക്കൊന്ന് കേട്ട് ഓരോ സ്റ്റാൻസായുടെയും അർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു പോകാം. എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാമ്യസ്തുകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. ഇതിൻ്റെ അർത്ഥം, നിന്റെ കൃപയാകുന്ന ഹീസോപ്പ് കൊണ്ട് എൻ്റെ കടങ്ങളെ മായ്ക്കണമേ, നിന്റെ കൃപയാൽ എൻ്റെ പാപങ്ങളെ പുണ്യമാക്കണമേ എന്നാണ്. ഹീസോപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ സോപ്പാ കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് ഹീസോപ്പ് കൊണ്ട്. അതാണ് കൃപയാം യസ്പൂകായതിനാൽ എന്ന് പാടുന്നത്. അടുത്ത സ്റ്റാൻസ: രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യനതാക്കണമേ. ഇതിൻ്റെ അർത്ഥം, രക്ഷകനെ, നിന്റെ രഹസ്യങ്ങൾ ഞാൻ ആഘോഷിച്ചതിനാൽ എന്നെ പുണ്യപ്പെട്ടവരോടൊപ്പം യോഗ്യനാക്കി തീർക്കണമേ എന്നാണ്. അടുത്ത സ്റ്റാൻസ: കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതിൻ്റെ അർത്ഥം, കർത്താവേ, ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ നിത്യമായ സ്വർഗരാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാറാകണമേ എന്നാണ്. അടുത്ത സ്റ്റാൻസ: നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാതൃതയി പാതകനിലും ഉണ്ടാകട്ടെ. കർത്താവിന് എന്നും സ്തുതി, വിധി ദിവസം കൃപ നിങ്ങളിൽ ഉണ്ടാകട്ടെ, ന്യായാധിപൻ്റെ അലിവ് ഈ പാപിയിലും ഉണ്ടാകട്ടെ എന്നാണ്. അടുത്ത സ്റ്റാൻസ:
കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകുക മടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഇതിനർത്ഥം കൃപ തോന്നുന്ന കർത്താവേ, എന്നിൽ കൃപയുണ്ടാകണമേ, അടിയനിൽ മേൽക്കുമേൽ കൃപയുണ്ടാകണമേ. അടുത്ത സ്റ്റാൻസ. ഈ കുർബാനയടച്ചുള്ളോരിപ്പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സൗമൻ കാലോസ് കുര്യേലായിസോ. ഇതിൻ്റെ അർത്ഥം ഈ കുർബാനയണച്ച ഈ പട്ടക്കാരൻ്റെ മേലും ഈ ശുശ്രൂഷകൻ്റെ മേലും ഒരുപോലെ കൃപയുണ്ടാകണമേ എന്നാണ്. അടുത്തത് മോറാനേശ് മിശിഹ ഉൾക്കൊണ്ടോരേ നിന്മേ. ഈ പാട്ട് പാടുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ട്യൂണിൽ തന്നെ പാടുവാൻ ശ്രദ്ധിക്കണം. പല ദേവാലയങ്ങളിലും വിശ്വാസികൾ ഇല്ലാതെ പരിശുദ്ധ മദ്ബഹായിൽ തന്നെ ഈ ശുശ്രൂഷ നടത്തുന്നതുകൊണ്ട് വളരെ വേഗം ഇത് ചൊല്ലി തീർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാപ്പ മടക്കും, അതിൻ്റെ ഇടയ്ക്ക് പൂജാപാത്രങ്ങൾ തുടയ്ക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ ക്രമം പൂർത്തീകരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇനിയും അങ്ങനെ ചെയ്താൽ തന്നെ ഈ ശുശ്രൂഷയുടെ ഗീതങ്ങൾ മനോഹരമായി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ട്യൂണിൽ തന്നെ പാടണം. മോറാനേശുമശീഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളാലുതകീടണമേ. നിൻബലമതിൽ നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യസമേതം. മോറാനേശു മിശിഹ എന്ന ഈ ഗീതത്തിൻ്റെ അർത്ഥം, കർത്താവെ, നിൻ്റെ തിരുശരീര രക്തങ്ങൾ കൈക്കൊണ്ടവർക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ, പിന്നെയോ കുറ്റങ്ങൾക്ക് പരിഹാരത്തിനായി കാരണമാകണമേ. കൂടാതെ നിൻ്റെ വലത്തുഭാഗത്ത് ധൈര്യത്തോടെ നിൽക്കുന്നതിനും കാരണമാകണമേ. നമ്മൾ പഠിച്ച കാര്യമാണ്, തിരുശരീര രക്തങ്ങൾ നമുക്ക് ശിക്ഷയ്ക്കും ഇടയാകും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് അക്കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാവും. 2-ാമത്തെ സ്റ്റാൻസ. നിന്മോദ താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തു ഇരേകും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേക്കണമേ. ഹല്ലേലൂയ, ജീവൻ നിത്യം പാർക്കുമോ. ഇതിൻ്റെ അർത്ഥം, നിൻ്റെ സന്തോഷത്തിൻ്റെ താഴ്വരയിൽ നീ അവരെ കുടിപ്പിക്കും. കർത്താവെ, ഞങ്ങൾ ഭക്ഷിച്ച നിൻ്റെ ശരീരവും വിശ്വാസത്താൽ കുടിച്ച് ജീവൻ പ്രാപിച്ച രക്തവും തീ നരകത്തിൽ പാലം അതായി തീരണമേ. പാലമതായി തീരണമേ എന്ന് പറഞ്ഞാൽ തീ നരകത്തിൽ നിന്ന് ഞങ്ങൾ കരയേറുവാനുള്ള ഒരു ബ്രിഡ്ജായി അതിനെ നീ ആക്കി തീർക്കണമേ എന്ന്. നിത്യമായ ജീവനും ലഭിക്കുമാറാകണമേ. അടുത്ത സ്റ്റാൻസ. ശിഷ്യർക്കായ മാളികയിൽ തന്തിരുമേലി ഖണ്ഡിച്ചാതാമിരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായ തന്റെ രക്തത്തെ ആസാദന്നിൽ ചേർത്തൊരു ഹാലേലുയ്യ സുതനായ സ്തോത്രം. ഇതിനർത്ഥം, ആ വൻമാളികയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് മനുഷ്യരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ്റെ ശരീരത്തെ വിഭജിക്കുകയും കാസായിൽ തൻ്റെ രക്തത്തെ ചേർക്കുകയും ചെയ്ത പുത്രന് സ്തോത്രം. അടുത്ത സ്റ്റാൻസ. പുതുജീവൻ നിന്നുടെ കൈകൊണ്ടോരാ കൈകൾ അവസാനത്തിനെ സമയം തിരുതി എങ്കും ശ്രീങ്കൽ ഞെട്ടിടല്ലേ നിൻ ശൈത്യം കൊണ്ടവതാനി. ഹല്ലേലൂയ, നീട്ടപ്പെടണേ. പുതിയ ജീവൻ നിന്നിൽ നിന്ന് കൈക്കൊണ്ട ഈ കൈകൾ അവസാന ദിവസത്തിൽ വിധി സമയത്ത് എരിയുന്ന തീയുടെ ശക്തിയിൽ ഞെട്ടരുതേ. നിന്റെ തണുപ്പുകൊണ്ട് അവ താനേ നീട്ടപ്പെടണമേ എന്നാണ്. അടുത്ത സ്റ്റാൻസ. ഗോകുൽത്തായി രക്ഷകനാം വൃക്ഷത്തിന്മേൽ വെച്ചങ്ങു മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമതൊഴിച്ചു ഹാലേലുയ്യ മോദിപ്പിച്ചു. ഒഴിയോറാകെ മേലൈനുവാദാരേ. ഇതിൻ്റെ അർത്ഥം, രക്ഷകൻ ഗോകുൽത്തായിലെ മരത്തിന്മേൽ വെച്ച് മരിച്ചവരുടെ നെടുവീർപ്പിൻ്റെ ശബ്ദം കേട്ട് ഇളകി
പാതാളത്തിൽ ചെന്ന് അവരുടെ അടിമ നുകം അഴിച്ച് അവരെ സന്തോഷിപ്പിച്ചു എന്നാണ്. ഇത്രയും പ്രാർത്ഥനകൾ നടത്തിക്കഴിഞ്ഞാൽ പട്ടക്കാരൻ തക്സായിൽ നിന്ന് ഒരു പ്രാർത്ഥന ചൊല്ലും. അതിപ്രകാരമാണ്. ഇത് എത്രോ എന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് പറയുന്നത്. കർത്താവെ, നിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കുർബാന അവർക്ക് പരിമളവാസനയായി തീരണമേ. ദൈവത്തിന് അർപ്പിക്കുന്ന ബലി ദൈവം സൗരഭ്യവാസനയായി സ്വീകരിക്കണം. നോഹ അർപ്പിച്ച ബലി യഹോവ മണത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ആത്മാവിൻ്റെ സൗരഭ്യവാസന ശുദ്ധിയുള്ള ആത്മാവിൻ്റെ ഗന്ധമാണ്. അത് കർത്താവിന് വലിയ ഇഷ്ടമാണ്. വിശുദ്ധിയുള്ള ആത്മാവിനെ കർത്താവിന് സമർപ്പിക്കുന്നതിൻ്റെ ഒരടയാളമായിട്ടാണ് ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന സുഗന്ധ ധൂപം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സുഗന്ധധൂപമായി തിരുസന്നിധിയിലേക്ക് ഉയരണമേ എന്ന് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാറുണ്ട്. ഈ പ്രാർത്ഥന ഇങ്ങനെ അവസാനിക്കുന്നു: കർത്താവെ, നിൻ്റെ തിരുവിഷ്ടം ഇതിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം ലഭിക്കണമേ. ഇത് വാങ്ങിപ്പോയവരെ ഓർത്താണ് പ്രത്യേകമായി ഈ പ്രാർത്ഥന നടത്തുന്നത്. ഇതിനു മുമ്പ് വാങ്ങിപ്പോയവരെ ഓർത്തൊരു പ്രമിയോൻ സദറ പട്ടക്കാരൻ രഹസ്യമായിട്ട് ചൊല്ലുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും കബറടക്കപ്പെട്ടവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നതിനും അതേമായ കർത്താവെ, ഇന്ന് ഞങ്ങൾ ആർക്കു വേണ്ടി കുർബാന അണച്ചിരിക്കുന്നുവോ ആ നിൻ്റെ ദാസരുടെ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. നിൻ്റെ അനുഗ്രഹീത ആലയങ്ങളിൽ അവരെ വസിപ്പിക്കണമേ. അവർക്ക് ജീവൻ നൽകി നിൻ്റെ വലതുഭാഗത്ത് അവരെ നിർത്തണമേ. ഞങ്ങളെല്ലാവരും പരിശുദ്ധ തൃത്വത്തിന് ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ എന്നുള്ള വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതിനു മുമ്പ് ചൊല്ലുന്നുണ്ട്. അതിനുശേഷമാണ് ദാസിദാസന്മാർക്കും വാങ്ങിപ്പോയവർക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥന നടത്തി ഇത് പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം ഒരു പാട്ട് അവിടെ പാടുന്നുണ്ട്. ആ പാട്ട് ഇപ്രകാരമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചിരിക്കണം. വളരെ ആഴമേറിയ ഒരർത്ഥമാണ്, അല്ലെങ്കിൽ പലർക്കും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പാതകനാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴുന്നിൻ ബലിയാലെ വിശ്വാസികളായ മരിച്ചോർക്ക് എത്ര ഗുണം കൂടും എന്നാണ്. ആ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ആ പാട്ടൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പാതകനാം റൂബേലിനു ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴും നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കൻ എത്ര ഗുണം കൂടും. എന്താണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം? പാതകനാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാലെ നൽകിയെങ്കിൽ ജീവനെഴും നിൻ ബലിയാലെ വിശ്വാസികളായ മരിച്ചോർക്ക് എത്ര ഗുണം കൂടും. അതായത് പാതകം അല്ലെങ്കിൽ പാപം ചെയ്ത രൂബേൻ, അവന് ആ പാതകത്തിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് മോശ തൻ്റെ മൃഗബലിയാൽ ജീവൻ നൽകിയെങ്കിൽ ജീവനെഴുന്ന നിൻ്റെ വലിയ ശ്രേഷ്ഠമായ ഈ ബലിയാലെ വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവർക്ക് എന്തുമാത്രം ഗുണം കൂടും എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയവരോട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഉണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന സംബന്ധിച്ച് പൂർത്തീകരിക്കാതെ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങരുത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് വേദപുസ്തകത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. എന്താണ് രൂബേൻ ചെയ്ത പാതകം? ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 22 വാക്യത്തിൽ ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ, അവിടെ ഇസ്രായേൽ എന്നുദ്ദേശിക്കുന്നത് യാക്കോബിനെയാണ്. അവൻ്റെ പേര് ഇസ്രായേലായിട്ട് യഹോവയാം ദൈവം മാറ്റിയിട്ടുണ്ട്. അത് 35 അധ്യായം 10 വാക്യത്തിലുണ്ട്. ദൈവം അവനോട്, നിൻ്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്നുള്ള ദൈവത്തിൻ്റെ ആവശ്യപ്രകാരം അവനെ ഇസ്രായേൽ എന്ന് വിളിച്ചിരുന്നു. ആ ഇസ്രായേൽ, ഇനി 22 വാക്യം നോക്കുമ്പോൾ, ആ ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പട്ടിയായ ബിൽഹായോടുകൂടി ശയിച്ചു. അതായത് യാക്കോബിന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ലേയ, മറ്റൊന്ന് റാഹേൽ. ലേയായുടെ ദാസിയായിരുന്നു സിൽപ്പ, റാഹേലിൻ്റെ ദാസിയായിരുന്നു
ബിൽഹ. റാഹേലിൻ്റെ ആവശ്യപ്രകാരം ബിൽഹ യാക്കോബിന് മക്കളെ കൊടുത്തു. ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ബിൽഹ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ മറ്റ് 12 മക്കളുടെയും സ്റ്റെപ്പ് മദറാണ്. രൂബേൻ ലേയിലുണ്ടായ ആദ്യജാതനാണ്. ലാബാൻ്റെ മൂത്ത മകളായ ലേയിലുണ്ടായ ആദ്യജാതനായ രൂബേൻ തൻ്റെ സ്റ്റെപ്പ് മദറായ ഈ ബിൽഹയോടുകൂടി കിടക്ക പങ്കിട്ട് തൻ്റെ ശരീരത്തെയും നിർമ്മലമായ തൻ്റെ അപ്പൻ്റെ കിടക്കയും അശുദ്ധമാക്കിയത് വലിയ പാപമായിട്ട് മാറി. മ്ലേച്ഛതയുടെ അങ്ങേയറ്റത്തെ മൂർത്തീഭാവമായി ഈ പാപം രൂബേൻ്റെ കുലത്തിൽ മൊത്തം വ്യാപരിച്ചു കിടന്നു. യാക്കോബിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിക്കുവാനായി രൂബേൻ ചെല്ലുമ്പോൾ തൻ്റെ ആദ്യജാതനെ അനുഗ്രഹിക്കുകയല്ല ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ പുത്രന്മാരെയെല്ലാം വിളിച്ച് അനുഗ്രഹിക്കുന്ന ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് അതിശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ടാണ് ഇസ്രായേൽ സമൂഹത്തിൽ കരുതിയിരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ യാക്കോബ് തൻ്റെ മരണത്തിന് മുമ്പായി എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. രൂബേൻ അടുത്ത് വന്നപ്പോൾ യാക്കോബ് എന്താണ് പറഞ്ഞത് എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകുകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. തൻ്റെ ആദിജാതനായ രൂബേനെ യാക്കോബ് ശപിക്കുകയാണ്. ഇതാണ് രൂബേൻ ചെയ്ത പാതകവും ആ പാതകത്തിൻ്റെ, ആ വലിയ പാപത്തിൻ്റെ അനന്തരഫലമായ ശാപവും രൂബേൻ്റെ ആ ഗോത്രത്തിലേക്ക് കടന്നു പിടിച്ചു. എന്നാൽ മോശയുടെ മൃഗബലിയാൽ ഈ രൂബേൻ്റെ ശാപം നീക്കപ്പെട്ടു. അതായത് ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യത്തിൽ ആ കാര്യം മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യം, മോശ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെയും വിളിച്ച് യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചതുപോലെ മോശ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിക്കുമ്പോൾ ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം മോശ പറയുന്നു: രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതെ ഇരിക്കട്ടെ. രൂബേൻ്റെ ഗോത്രത്തിൽ അങ്ങനെയൊരു ശാപം കിടപ്പുണ്ടായിരുന്നു. രൂബേൻ്റെ ഗോത്രത്തിൽ അകാല മരണങ്ങളും പുരുഷപ്രജകളും ഇല്ലാത്തവണ്ണം വലിയൊരു ശാപം രൂബേനെ പിന്തുടർന്നു. ആ ശാപത്തെ മോശ മൃഗത്തിൻ്റെ ബലിയാൽ നീക്കി. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് പിതാക്കന്മാർ ഇവിടെ പാടുന്നത്, പാതകനാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ. ഈ 2 വരിയുടെ അർത്ഥം മനസ്സിലാകുവാൻ ഈ 3 വാക്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അവരൊരു കണ്ടീഷണൽ ക്ലോസ് പറയുകയാണ്, മൃഗത്തിൻ്റെ ബലിക്ക് ഇത്രയും വലിയ ശാപത്തെ നീക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ പിതാക്കന്മാർ പാടുകയാണ്, ജീവനുള്ള നിൻ്റെ ബലിയാലെ വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവർക്ക് എത്രയധികം ഗുണം കൂടും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 13 വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും. ഇതാണ് മോശയുടെ മൃഗബലിയുടെ ചില ആചാര അനുഷ്ഠാനങ്ങൾ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ പാതകനാം രൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ
നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ജീവനുള്ള നിന്റെ ബലിയാലെ വിശ്വാസികളായി മരിച്ചവർക്ക് എന്തുമാത്രം ഗുണം കൂടും. 2 കൊരിന്ത്യർ 3:7. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ആ ബലിയുടെ ഗ്രാവിറ്റി മനസ്സിലാക്കത്തക്കവണ്ണം വിശുദ്ധിയോടെ വന്ന് സംബന്ധിക്കുക, അതിവിശുദ്ധരായി മടങ്ങിപ്പോകുക. അടുത്ത ആഴ്ച അതിലും ശക്തമായ നിർമ്മല പൂക്കളോടുകൂടി വിശുദ്ധിയുടെ ഓശാനകളാൽ ആലയത്തിലേക്ക് ഓടിച്ചെല്ലുക. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. ഈ ശുശ്രൂഷയിൽ ആദ്യോടന്തം സംബന്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. 29 അധ്യായങ്ങളിലൂടെ ബലിവേദി എന്ന പേരിൽ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ സഹായിച്ച പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. റൂബേലിനു ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെടും നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കൻ എത്ര ഗുണം കൂടും.